പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. എം.ആർ. അജിത് കുമാർ ആംഡ് പോലീസ് ബറ്റാലിയൻ ചുമതലയിൽ തുടരും. നേരത്തെ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചിരുന്നു. ADGP മഹിപാൽ യാദവ് എക്സൈസ് കമ്മീഷണർ ചുമതലയിൽ തുടരും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ എം.ആർ. അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് അധികം ദിവസമായിട്ടില്ല. വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം, ഷഫീദ് റാവുത്തർ? റിജിത്ത്, ഒരുപക്ഷെ കേരള പോലീസിൽ നേരത്തെ ക്രമസമാധാന ചുമതലയിലടക്കം വലിയ പദവിയിലിരുന്ന പോലീസിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന, പിന്നീട് വിവാദങ്ങളെ തുടർന്ന് പോലീസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എം.ആർ. അജിത് കുമാർ മാറിയിരുന്നു. അങ്ങനെയാണ് എക്സൈസ് കമ്മീഷണറായി അദ്ദേഹത്തിന് മാറ്റി നിയമനം നൽകിയത്. ഇപ്പോൾ വീണ്ടും എം.ആർ. അജിത് കുമാറിനെ പോലീസിലേക്ക് തന്നെ, അതായത് അദ്ദേഹം മുൻപിരുന്ന ADGP ആംഡ് പോലീസ് ബറ്റാലിയന്റെ ചുമതലയിലേക്ക് തന്നെ മാറ്റം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ, അതായത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഉത്തരവിൽ അദ്ദേഹത്തെ എക്സൈസ് കമ്മീഷണറായി മാറ്റി നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പകരം വീണ്ടും മഹിപാൽ യാദവിനെ, ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റം നൽകിയിരുന്ന മഹിപാൽ യാദവിനെ എക്സൈസ് കമ്മീഷണറാക്കി നിയമിച്ചിട്ടുണ്ട്. ജയിൽ വകുപ്പിന്റെ മേധാവിയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായക്ക് നേരത്തെ കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറെ മാറ്റി നിയമനം നൽകിയെങ്കിൽ ആ നിയമനം മാറ്റി ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ജയിൽ വകുപ്പിലേക്ക് തന്നെ മാറ്റി എത്തിച്ചിരിക്കുന്നു. കെ സേതുരാമൻ അദ്ദേഹത്തിനും, അതായത് കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി കെ സേതുരാമനെ തിരികെ എത്തിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന് ക്രൈംബ്രാഞ്ചിന്റെ അധിക ചുമതല നൽകിയിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്തെ ADGP ആയ S ശ്രീജിത്തിന് സൈബർ ഓപ്പറേഷൻസിന്റെ അധിക ചുമതല നൽകി. P പ്രകാശിനെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG ആയും A അക്ബർ കോസ്റ്റൽ പോലീസ് IG ആയും മാറ്റി നിയമിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. ചുമതല മാറ്റം സംബന്ധിച്ച് മുൻപെടുത്ത തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാവുകയാണ്. ADGP എം.ആർ. അജിത് കുമാർ ആംഡ് പോലീസ് ബറ്റാലിയൻ ചുമതലയിൽ തുടരും. എക്സൈസ് കമ്മീഷണറായി നേരത്തെ അദ്ദേഹത്തിന് മാറ്റം നൽകിയിരുന്നു. ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ മേധാവിയായി തിരികെ ചുമതലയിലെത്തുകയാണ്. മഹിപാൽ യാദവ് എക്സൈസ് കമ്മീഷണറാകും. ക്രൈംബ്രാഞ്ചിലേക്ക് മഹിപാൽ യാദവിനെ മാറ്റിയിരുന്നു. കെ സേതുരാമൻ പോലീസ് അക്കാദമിയുടെ ഡയറക്ടറാണ്. P പ്രകാശ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG ആകും. A അക്ബർ കോസ്റ്റൽ പോലീസ് IG ആകും. അങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇങ്ങനെ വളരെ പെട്ടെന്ന് ഈ ഉത്തരവിലൊരു മാറ്റം, അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ ഷഫീദ് റാവുത്തർ? റിജിത്ത്, സ്വാഭാവികമായും ഈ അജിത് കുമാറിനെ പോലീസിന് പുറത്തേക്ക് അയക്കുന്നതിൽ അതിൽ ഈ വലിയ തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. മാത്രവുമല്ല, ഈ അഴിച്ചുപണി തിരുത്തി ഉത്തരവ് എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ കഴിയുന്ന വിവരം. കഴിഞ്ഞയാഴ്ച പോലീസ് തലപ്പത്ത് നടത്തിയ സുപ്രധാന അഴിച്ചുപണി റദ്ദാക്കിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുക, ഈ അജിത് കുമാറിനെ പോലീസിന് പുറത്തേക്ക്, അതായത് എക്സൈസ് കമ്മീഷണറാക്കി നിയമിച്ചതിൽ അടക്കം ഏതെങ്കിലും തരത്തിൽ ഇത് ഇക്കാര്യത്തിൽ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉയരും. നേരത്തെ അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുള്ളതാണ്. ഈ സ്ഥലം മാറ്റപ്പെട്ടവർ പരാതി അറിയിച്ചതോടെയാണ് അസാധാരണ തിരുത്ത് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും ഈ സൈബർ ഓപ്പറേഷൻസിന്റെ അടക്കം വളരെ പ്രധാനപ്പെട്ട ചുമതല, അധിക ചുമതല കൂടി നൽകി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.